എല്ലാവർക്കും നമസ്കാരം. ഫുഡ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്കൊക്കെ റേഷൻ കിട്ടിയിട്ടൊക്കെ ഇതുപോലെ ചെറുപയറൊക്കെ വീട്ടിലിരിക്കുന്നുണ്ടാവും. അപ്പോൾ ചെറുപയർ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു 5 മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ എല്ലാവരും ട്രൈ ചെയ്യണം, എന്നിട്ട് അഭിപ്രായവും പറയണം. അപ്പോൾ അധികം പറഞ്ഞ് നീട്ടാണ്ട് ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് നോക്കിയിട്ട് വരാം. ഞാനിവിടെ കുതിർത്തിട്ടുള്ള ചെറുപയർ 1 കപ്പാണ് എടുത്തിട്ടുള്ളത്. മിക്സിയുടെ ജാറിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഒരു 4 മണിക്കൂറൊക്കെ ഒന്ന് കുതിർത്തെടുക്കുക. അപ്പോൾ തലേദിവസം രാത്രി കുതിർത്തിട്ടുള്ളതാണിത്. ഞാൻ രാവിലെ കറിക്ക് വേണ്ടിയിട്ട് കുറച്ചധികം കുതിർത്തു, എന്നിട്ട് ബാക്കിയുള്ളതാണ് ഈ ഒരു സ്നാക്കിന് എടുക്കുന്നത്. ഇതിലേക്ക് ഞാൻ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് ഒരു 5-6 ചെറിയ ഉള്ളിയാണ് ഞാൻ ചേർക്കുന്നത്. അപ്പോൾ ചെറിയ ഉള്ളി ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞിട്ട് നമുക്കിതിലേക്ക് ചേർക്കാം. ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ ഒരു പകുതി സവോള ചെറുതായി അരിഞ്ഞിട്ട് ഇട്ട് കൊടുത്താലും മതി. പിന്നെ ഞാൻ ഒരു 5-6 കാന്താരി മുളക് ചെറുതായിട്ട് അരിഞ്ഞതും പിന്നെ ഇഞ്ചിയുടെ ഒരു ചെറിയ കഷ്ണമുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള പച്ചമുളക് എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ഞാൻ ഇതിലേക്ക് 3/4 ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടിയും അതുപോലെ തന്നെ എൻ്റെ കയ്യിൽ ഇങ്ങനത്തെ ക്രഷ്ഡ് ചില്ലി ഉള്ളതുകൊണ്ട് ഞാൻ 1 ടീസ്പൂൺ അതും ചേർക്കുന്നുണ്ട്. ഇല്ലയെന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്തോളൂ കേട്ടോ. ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കണം. കുതിർത്ത ആ ഒരു ചെറുപയറിൻ്റെ നനവിലാണ് നമ്മൾ ചതച്ചെടുക്കേണ്ടത്. വേറെ വെള്ളമൊന്നും ചേർക്കണ്ട കേട്ടോ. അതിപ്പോൾ ഇതുപോലെ കിട്ടും. വല്ലാണ്ട് അങ്ങോട്ട് അരയണ്ട, ഈ ഒരു രീതിയിലാണ് ഇരിക്കേണ്ടത്. അത് നമുക്ക് ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഒരു സ്നാക്ക് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ വറുത്ത അരിപ്പൊടിയില്ലേ, പത്തിരിപ്പൊടി, ഇടിയപ്പം പൊടി എന്നൊക്കെ പറയുന്ന ആ ഒരു പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മൈദപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. മൈദപ്പൊടി ഇല്ലെങ്കിൽ ഗോതമ്പ് പൊടി ചേർത്താലും മതി. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ കൈ വെച്ച് തന്നെ ഒന്ന് നന്നായിട്ട് കുഴച്ചെടുക്കുക. ഇതുപോലെ ഇങ്ങനെ കുഴഞ്ഞ ഒരു രീതിയിലാണ് ഇതിരിക്കേണ്ടത്. ഇനി ഇതിൽ നിന്ന് കുറേശ്ശെ എടുത്തിട്ട് നമുക്ക് പരിപ്പ് വടയ്ക്കൊക്കെ ഷേപ്പ് ചെയ്യുന്ന പോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. ഇനി നമുക്കിത് പരിപ്പ് വടയൊക്കെ ഫ്രൈ ചെയ്യുന്ന പോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടാകുമ്പോൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. അത് ഇട്ട ശേഷം നമുക്ക് ഫ്ലെയിം ലോ ഫ്ലെയിം ആക്കാം കേട്ടോ, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ കളറൊക്കെ മാറും. എന്നിട്ട് നമുക്ക് തിരിച്ചു മറിച്ചു ഇട്ടിട്ട് വേവിച്ചെടുക്കാം. ഒരു ഭാഗം ഒന്നാവുമ്പോൾ ഒന്ന് മറിച്ചിടുക. അങ്ങനെ 1-2 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചെടുത്തിട്ട് ഒരു ഗോൾഡൻ കളർ വരുമ്പോൾ നമുക്ക് എടുക്കാം. പരിപ്പോടിയൊക്കെ എല്ലാവർക്കും ഇഷ്ടമല്ലേ? അപ്പോൾ ഏകദേശം ആ ഒരു ടേസ്റ്റ് തന്നെയാണ് ഇതിനും ഉള്ളത്. നമുക്ക് നല്ല ചൂടോടെ നല്ല മൊരിഞ്ഞിട്ടുള്ള ഈ ഒരു സ്നാക്ക് എല്ലാവരും ചായക്കൊപ്പം കഴിച്ച് നോക്കുക, എന്നിട്ട് അഭിപ്രായവും പറയുക. അപ്പോൾ ഈസി ആയിട്ടുള്ള ഈ ഒരു സ്നാക്കിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. ഇനിയപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നാളെ കാണാം. എല്ലാവർക്കും നന്ദി. താങ്ക്